നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി പുത്തൻതെരു ഭാഗത്താണ്. ഇവിടെ ഇപ്പോൾ ഗ്രാവലിട്ട് ഇടിച്ച് ഉറപ്പിച്ച് അതിൻ്റെ പുറത്ത് അടുത്ത ലെയറായ GSB ആണ് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ GSB ഇട്ട് ഇടിച്ച് ഉറപ്പിച്ച അടുത്ത ലെയർ ടാറിംഗ് ആണ് എന്നാണ് പറഞ്ഞത്. അവിടെ 2 സൂപ്പർവൈസർ ഉണ്ടായിരുന്നു, തെലുങ്ക് നാട്ടിൽ നിന്ന് വന്ന്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അടുത്തത് ഇത് ഇടിച്ച് ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ ടാറിംഗ് ആണെന്ന് പറഞ്ഞത്. പിന്നെ അവർക്കൊന്നാമത്തെ കാര്യം, നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഈ സ്ഥലങ്ങൾ കറക്റ്റായിട്ട് അവർക്കറിയത്തില്ല. അവർക്ക് ആകെ അറിയാവുന്നത് നീണ്ടകരയും ചവറയും ഒക്കെയാണ്. ഇപ്പം ഈ നാട്ടിൽ എവിടെയൊക്കെ അണ്ടർപാസ് വരുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം പറയുന്നത് ഓച്ചറ, പിന്നെ കന്നേറ്റി എന്നൊക്കെയാണ്. ഓച്ചറ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ചെറിയ പേരുകളൊന്നും, ജംഗ്ഷൻ്റെ പേരുകളൊന്നും അവർക്ക് നിൽക്കത്തില്ല. ഒന്നാമത്തെ കാര്യം അവർ ഈ നാട്ടുകാരല്ല, അതൊരു പ്രശ്നമാണ്. അല്ലെങ്കിൽ പിന്നെ അവരെയും വിളിച്ചുകൊണ്ട് നമ്മൾ അണ്ടർപാസുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ അവരെയും വിളിച്ചുകൊണ്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് അത് ഭയങ്കര റിസ്ക് പിടിച്ച ഒരു പരിപാടിയാണ്. പിന്നെ അണ്ടർപാസൊക്കെ എവിടെയൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് നമ്മളെ ഒരു കാഴ്ചപ്പാടിൽ ഇങ്ങനെ കണ്ടു പറയുന്നതാണ്. ഇന്നും ആ ചങ്ങംകുളങ്ങര ഭാഗത്ത് അതുവഴി പോയപ്പോൾ അവിടെ പണിയെടുക്കുന്നുണ്ടായിരുന്ന അണ്ടർപാസിൻ്റെ അന്നാണ് അവിടെ ഇരുന്ന ഹിന്ദിക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പം പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോയിൽ ഓച്ചറ ആ ചങ്ങംകുളങ്ങര ഭാഗത്ത് അതിട്ടപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നത് അണ്ടർപാസിനാണോ എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നവരോടത്തെല്ലാം ആൾക്കാർ നമ്മളോട് പറയുന്നത് അത് അണ്ടർപാസ് ആണെന്നാണ് പറഞ്ഞത്. ഇനി അത് കുറച്ചുകൂടെ പണി കഴിഞ്ഞ് പൊങ്ങി വരുമ്പം അറിയാം എന്തുവാ പണിഞ്ഞു വരുന്നതെന്നുള്ളത്. അതുപോലെ KCBയും ഈ കരാർ ഏറ്റെടുത്തിട്ടുള്ള കമ്പനിക്കാരുമായിട്ട് ചെറിയ പ്രശ്നങ്ങളിലാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ പോസ്റ്റുകളൊന്നും ഇതുവരെയായിട്ടും മാറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ നിന്നിരുന്ന 2 സൂപ്പർവൈസറോട് ഞാൻ ചോദിച്ച് നീണ്ടകര പാലം, അങ്ങനെ കായംകുളം പാലം അത് എത്ര വരിക്കായിരിക്കും വരുന്നത്, പാലം എത്ര വരിയാണെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് 4 വരിക്കായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 6 വരി റോഡ് വന്നേച്ച് പിന്നെ പാലത്തിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്ക് 4 വരിയായി മാറും. പിന്നെ 4 വരി പാലം കഴിഞ്ഞേച്ച് പിന്നെ റോഡിലോട്ട് വീണ്ടും കയറുമ്പോൾ 6 വരിയാവും. അങ്ങനെ ആവാനാണ് സാധ്യത. അവർ പറഞ്ഞത് അങ്ങനെയാണ്. നീണ്ടകര പാലത്തിൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും പുതിയ ഓരോരോ പാലം വരുന്നുണ്ട്. അപ്പോൾ അത് ഓരോ വരിയായിരിക്കും. ഇടയ്ക്ക് ഡിവൈഡർ വെക്കുമെന്നാണ് പറഞ്ഞത്.